കേരള ഡിലൈറ്റ്സ് ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. അവൈലബിൾ നൗ ഓൺലി ഇൻ UK, ന്യൂസിലാൻഡ് ആൻഡ് സിംഗപ്പൂർ. വെൽക്കം ടു ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഇന്റർനാഷണൽ എയർപോർട്ട്. താങ്ക് യു ഫോർ ചൂസിംഗ് കരീബിയൻ എയർലൈൻസ്. തൃശ്ശൂരുകാര് മലയാളം പറയില്ലേ, അതേപോലെ ആണ് ഇവിടുത്തെ ഇംഗ്ലീഷ്. തൃശ്ശൂർക്കാരെ കളിയാക്കിയതല്ലേട്ടാ, ഇനി എന്നെ ആരും പൊങ്കാലിടാൻ വരുന്നത്. എന്റെ ഇവിടെ ചേമ്പല കണ്ടോ? അതാ ചേമ്പല നോക്കി കണ്ട, പത്രോടോ ഇവിടെ പത്രോടോ കിട്ടും. ടെക് ട്രാവൽ ഈറ്റ് ബൈ ഗ്രനേഡ ആൻഡ് വെൽക്കം ടു ട്രിനിഡാഡ്. യെസ്, നമ്മളിന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യക്കാരുടെ രാജ്യത്തേക്ക് പോവാണ്. അത് ഭയങ്കര സംഭവമാണ് ട്രിനിഡാഡ്. അയ്യോ, അവിടെ പോയിട്ട് അവിടുത്തെ ഇന്ത്യക്കാർ ഇന്ത്യൻ കൾച്ചറും കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. യൂറോപ്പും അമേരിക്കയും അയർലൻഡും ന്യൂസിലൻഡും ഓസ്ട്രേലിയയും ഒന്നും അല്ല. ദിസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ രാവിലെ ഗ്രനേഡയിൽ എൻ്റെ ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് പോവാണ്. അതിന് മുമ്പ് അയ്യോ, ഈ പെട്ടി ഞാൻ എവിടെ വയ്ക്കും? പെട്ടി വയ്ക്കാൻ സ്ഥലമില്ലല്ലോ ഇതിനകത്ത്. ഇവിടെ വെക്കാം. അതിന് മുമ്പ് ഈ വണ്ടി കൊണ്ട് കൊടുക്കണം. ആ വണ്ടി കൊണ്ട് കൊടുക്കാനായിട്ട് ഇവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്റർ പോകണം. എന്നിട്ട് അവരെന്നെ കൊണ്ടുപോയി എയർപോർട്ടിൽ വിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം ആ പരിപാടി തീർക്കാം. എൻ്റെ അമ്മേ, പെട്ടിയല്ലേ, ഇവിടെ ഇരിക്കൂ പെട്ടി. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഐ എം ചെക്കിംഗ് ഔട്ട്. So I have a bill, restaurant bill. Thank you. നമ്മൾ ഇന്നലെ കാറ് കൊണ്ട് തരാനായിട്ട് ഒരു അച്ഛനും മോളും കൂടെ വന്നില്ലേ. അപ്പോൾ അച്ഛൻ ഇന്ന് വേറെ എങ്ങാണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഇന്ന് ഇവിടെ ഇല്ല. അപ്പോൾ മോള് പറഞ്ഞ് എനിക്ക് ആ വണ്ടി അവിടെ കൊണ്ട് തരാമോ? അത് ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിനടുത്ത്, നമ്മൾ ഇന്നലെ പോയ വെള്ളച്ചാട്ടത്തിനടുത്താണ് അവരുടെ വീട്. അപ്പോൾ ഓൾ എന്നെ എവിടെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കൊണ്ടുവിടാമല്ലോ അല്ലേ, എന്നാൽ പിന്നെ ഞാൻ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. സോ വണ്ടി കൊടുക്കാൻ പോവാം. ഒരു സ്ഥലത്തും കാർഡ് എടുക്കുകയില്ല. അതെന്നെ പരിപാടി. പ്രത്യേകിച്ച് ഇന്ധനത്തിന് ഒരു സ്ഥലത്തും കാർഡ് എടുക്കുന്നില്ല. എന്നാ പരിപാടിയാണോ ആർക്കറിയാം. മോളെ, കാരണല്ലേ നീ എവിടെ? അവരെ പറഞ്ഞ സ്ഥലത്ത് ഞാനിവിടെ വന്ന് ഇപ്പൊ കോളിംഗ് ആണെന്ന്. ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, ഓൾ ഗുഡ്. So you're staying here? Yeah, a little higher up, not exactly by the road. What are you doing apart from this? I have an online business. Okay, what is that? I sell luxury hair. Luxury? Hair, like this. Hair? Oh, wow, okay. Are you Indian? Yeah? Yeah, I want to start a source from you guys. Oh, okay. Oh, that's nice. I get from China. Oh, okay. You're getting it from China. Okay. Yep. So are you getting the original hair or it's artificial hair? Like It's supposed to be real. Okay. So I'm thinking about India, but I feel like it might be very expensive. Did you subscribe my channel? You will arrive at. Did you subscribe my channel? You didn't tell me your name. I asked you, but you were so busy. Oh, okay. It's called Tech Travel Eat. You can subscribe. Okay. Tech Travel Eat. And what is your name? Lindona. Okay. Lindona. Lindona. Lindona mudi business ചെയ്യാണ്. That's nice. Hair business is really good. Yeah. So do you have a good market here? It's very good actually. Okay. That's nice. But I would love to expand into India, to be honest. Okay. Okay, you can do it because you are doing it online, right? So yes. You have all the possibilities of doing it. എന്തായാലും ഇവിടെ നിന്ന് 1/2 മണിക്കൂർ യാത്രയുണ്ട് എയർപോർട്ടിലേക്ക്. But I do it here as well. So I'm first I do it in Grenada, and I'm actually starting to do it more so online. So I deliver it to persons. Okay. All good? Yeah, thank you. Nice to meet you. All the best for your business. Bye. Bye. ഇതാണ് ഇവിടുത്തെ എയർപോർട്ട്. മുമ്പിൽ ഒരു വെൽക്കം ടു ഗ്രനേഡ എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. പിന്നെ ഇതിൻ്റെ മുമ്പിലായിട്ട് ഇവിടെ ഒരു പഴയ ഒരു ലൈറ്റ് ഹൗസ് പണിത് വെച്ചിട്ടുണ്ട്. ഇത് കമ്പയർ ടു മറ്റ് രാജ്യങ്ങളെ കുറച്ച് വലിയ എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ട്രിനിഡാഡ് എന്ന് പറയുന്ന സ്ഥലത്തെ പോർട്ട് ഓഫ് സ്പെയിൻ എന്ന് പറഞ്ഞ അവരുടെ ക്യാപിറ്റലിലുള്ള എയർപോർട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. പോർട്ട് ഓഫ് സ്പെയിൻ അത് അത്യാവശ്യം വലിയ ഒരു രാജ്യമാണ്. നമ്മൾ ഇന്ത്യയുമായിട്ട് ധാരാളം ബന്ധമുള്ള ഇന്ത്യക്കാർ ഇഷ്ടം പോലെയുള്ള ഒരു രാജ്യമാണ് ട്രിനിഡാഡ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. എയർപോർട്ടിൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു കഫേ ഉണ്ട്. ആ കഫേയിൽ കുറേ ആൾക്കാർ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് പഴയ എയർപോർട്ടാണെന്ന് തോന്നുന്നൊരു ചാമില്ല. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ചെയ്യാൻ. നമുക്ക് അകത്തേക്ക് പോവാം. അല്ലാണ്ട് എന്താ ചെയ്യുക, ഒന്നുമില്ല ചെയ്യാൻ ഇവിടെ. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ഇഷ്ടംപോലെ സമയം. കരീബിയൻ എയർലൈൻസ് എന്ന് പറഞ്ഞ വിമാനത്തിലാണ് നമ്മളിന്ന് പോകുന്നത്. ഞാൻ അകത്ത് പോയി ബാഗ് ഡ്രോപ്പ് ചെയ്തു, ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പരിപാടി എന്ന് പറയുന്നത് അകത്തേക്ക് പോകുക എന്നുള്ളതാണ്. സോ അകത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താ ചെയ്യുക, നമുക്കിവിടെ പുറത്ത് കുറച്ചേരം ചുറ്റിക്കറങ്ങി നടക്കാം. കാരണം വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അകത്ത് പോയിട്ട് ഇപ്പം ഞാൻ ഒത്തിരി നേരത്തെയാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഞാനിവിടെ ഡ്യൂട്ടി ഫ്രീന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഇത് നമ്മൾ ട്രിനിഡാഡ് പോകുമ്പോഴത്തേക്കിനും
അവിടെ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന ചേട്ടന് കൊടുക്കാൻ വേണ്ടിയാണ്. ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും. ഞാൻ പോയ പല രാജ്യങ്ങളിലും മീറ്റ് ചെയ്യുന്ന പല ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അവരെന്നെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. ചില സമയത്ത് അത് കൊടുക്കാൻ സാധിക്കും, ചില സമയത്ത് അത് കൊടുക്കാൻ സാധിക്കില്ല. ചില സമയത്ത് ഡ്യൂട്ടി ഫ്രീ എന്തെങ്കിലും വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കും. എയർപോർട്ടിൽ പോകുമ്പോഴത്തേക്കിനും ഡ്യൂട്ടി ഫ്രീ പോയിട്ട് കടകൾ പോലും തുറന്നിട്ടുണ്ടാവില്ല, നിങ്ങൾ കണ്ടാണല്ലോ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ വന്ന് പലർക്കും ഒന്നും ചെയ്യാൻ പറ്റാതൊക്കെ വന്നിട്ടുണ്ട്. സോ നമ്മളെ ആളുകൾ ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു ടോക്കൺ ഓഫ് ലവ് കൊടുക്കണ്ടേ, ഇല്ലേ? അത് നമ്മളൊരു ഇതല്ലേ. സോ അവിടെ വീട്ടിൽ 2 കുട്ടികളൊക്കെ ഉണ്ട്. സോ ഐ ബോട്ട് ദം സം ചോക്ലേറ്റ് ഫോർ ദം. പിന്നെ ഞാൻ ഒരു ചെറിയ പെർഫ്യൂമും വാങ്ങിച്ചു എനിക്ക് വേണ്ടി. ഇവിടെ ഒരു ലോഞ്ച് ഉണ്ട്, ഒരു കുഞ്ഞ് ലോഞ്ച്, ചെറിയൊരു ലോഞ്ച് ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. വാവ്, ഇതെന്താണ് ലോഞ്ചായത്? അത്രേ ഉള്ളൂ. ഇതൊരു ലോഞ്ച് ഹേ. ഇവിടെ ഫുഡ് പോലും നഹി ഹേ. സോഫയൊക്കെ കണ്ടില്ലേ, പഴഞ്ചൻ സോഫയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ലോഞ്ച്. അവിടെ ഒരു കൗണ്ടറുണ്ട്. അവിടെ നമ്മൾ പ്രയോറിറ്റി പാസ് ആണെങ്കിലും നമുക്ക് ആകെ ചായയും കാപ്പിയും പിന്നെ എന്തോ ജ്യൂസും പിന്നെ വൈറ്റ് വൈനും റെഡ് വൈനും മാത്രമേ കിട്ടുകയുള്ളൂ. വേറെ എന്തെങ്കിലും വേണേൽ പൈസ കൊടുത്ത് വാങ്ങണം. ഞാൻ ചായ വാങ്ങി. ചായയും നമ്മുടെ ഉപ്പേരി ഉണ്ടാ പ്ലാന്റേയും. ഇവിടെ ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആരും വരുന്നില്ല ഗൈസ്, ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഫ്ലൈറ്റ് ലേറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അനൗൺസ്മെൻറ്റ് വന്നു. 1 മണിക്കൂർ ലേറ്റ്. എന്തൊരവസ്ഥയാണെന്ന് നോക്കി. 1:45 പോകേണ്ട ഫ്ലൈറ്റ് 2:45. ഈ പകൽ സമയത്തുള്ള ഫ്ലൈറ്റ് ലേറ്റായ ആ ദിവസം പോകും, അതാണ് പ്രശ്നം. അങ്ങനെ നമ്മുടെ വിമാനം 1 മണിക്കൂർ വൈകി, 1.5 മണിക്കൂർ വൈകി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ജെറ്റ് ബ്ലൂ കിടപ്പുണ്ട്, പിന്നെ ഒരു അമേരിക്കൻ എയർലൈൻസ് കിടപ്പുണ്ട്, പിന്നെ നമ്മുടെ കരീബിയൻ എയർലൈൻസിൻ്റെ ATR ഉണ്ട്. ഇവിടെ ആരും ഇല്ലല്ലോ, ചുമ്മാ ഇറക്കി അങ്ങ് വിട്ടിരിക്കുക എയർപോർട്ടിലെ സ്ഥലത്തേക്ക്. ഇതൊക്കെ ഭയങ്കര സെക്യൂരിറ്റി കൺസേൺസ് ആണ്. ഇങ്ങനെയൊന്നും വിടാൻ പാടില്ല. ശരിക്കും എയർപോർട്ടിൽ വിമാനമൊക്കെ അടുത്തിരിക്കുന്ന സ്ഥലത്ത് ആളുകളെ വെറുതെ ഇറക്കി ചുമ്മാ നടത്തിക്കൊണ്ടുപോകാൻ പാടില്ല. കണ്ടോ, തോന്നിയ ഇവിടെയൊക്കെ ആൾക്കാർ പോകുന്ന കണ്ടില്ലേ? ഇങ്ങനെയൊന്നും പോരുത്. ഇത് ഇവർ കെയർഫുള്ളായി വിടേണ്ടതാണ്. ഇങ്ങനെ കണ്ടോ, അവർ പറയുന്നുണ്ട് ഫുട്പാത്തിൽ കൂടെ നടന്ന് കയറി വാ, അവരോട്ട് കയറി വാ. ഇത് അവർ കൊണ്ടുപോകേണ്ടതാണ്. എന്തൊക്കെ പരിപാടികളാണ് നോക്കി. ഇവിടെ എല്ലാം ഇങ്ങനെയാണ് ഗൈസ്. ഈ കരീബിയൻ യാത്രകൾ മൊത്തം ഇങ്ങനെയായിരുന്നു. എന്തായാലും നമ്മുടെ കരീബിയൻ യാത്രകൾ അവസാനിക്കുകയാണ്, അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നമ്മളിന്ന് പോകുന്നത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന രാജ്യമാണ്. എല്ലാം നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളാട്ടോ. അങ്ങ് ദൂരെ കടൽ കണ്ടോ, കടല്. ഞാൻ ആദ്യമായിട്ടാണ് കരീബിയൻ എയർലൈൻസിൻ്റെ വിമാനത്തിൽ കയറുന്നത്. ഇന്റർ കരീബിയൻ അല്ല, ഇത് കരീബിയൻ എയർലൈൻസ്. ഇത് വേറെ തന്നെയാണ്, എൻറ്റയർലി ഡിഫറെൻറ്റ്. ATR. Hi. I'm not the after delay. You pick up. Hello, welcome. Hello. It's windy right there when the sea right hand side. 18. ബാക്കി തന്നെയാണല്ലോ. അടിപൊളി, നൈസ്. ഇവിടെ തന്നെ. ഇത് കണ്ടാ മോനെ, നോക്ക്, കരീബിയൻ ബീറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ആര് ഡാൻസ് കളിക്കുന്ന ചിത്രമാണെന്ന് നോക്ക്. നമ്മളിനി പോകാൻ പോകുന്ന ട്രിനിഡാഡ് എന്ന രാജ്യം അവിടെ ഇന്ത്യക്കാരുടെ മേഞ്ഞ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കരീബിയൻ എയർലൈൻസ് എന്ന് പറയുന്നത് ട്രിനിഡാഡ് ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എയർലൈൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മറ്റേ മാപ്പൊക്കെ നോക്കി കഴിയുമ്പോൾ കാണാൻ സാധിക്കും. കണ്ടോ, ട്രിനിഡാഡ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും അത്യാവശ്യം വലിയൊരു സ്ഥലമാണ്. അവിടെ എന്താ പറയുക, കാണാം ഈ ഭാഗത്തായിട്ടൊരു ട്രിനിഡാഡ്. അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ഇവരുടെ ഫ്ലൈറ്റുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. ഇവർക്ക് വലിയ വിമാനങ്ങളൊക്കെ ഉണ്ട്, ന്യൂയോർക്കിലേക്കൊക്കെ പോകുന്ന വിമാനമൊക്കെ ഉണ്ട്. ഇത് ശരിക്കും ഒരു ഒഡീസി നൃത്ത പെർഫോമൻസിൻ്റെ ഒരു ഫോട്ടോ ആണിത്. ഇത് ദിവാലിയുടെ സമയത്ത് ഇവർ പ്രിൻ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഈ ഒരു മാഗസിൻ സെപ്റ്റംബർ ഒക്ടോബർ എന്നും പറഞ്ഞുകൊണ്ട് ദിവാലി സമയത്ത് പ്രിൻ്റ് ചെയ്ത മാഗസിനാണ്. കാരണം ദിവാലി അത്യാവശ്യം വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ദിവാലിയൊക്കെ കഴിഞ്ഞു. ദിവാലിയുടെ സമയത്ത് അവിടെ പോകുമായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളി ദിവാലി സെലിബ്രേഷനൊക്കെ കാണാമായിരുന്നു. നമ്മുടെ ലക്ഷദ്വീപിന് പോകുന്ന ATR അല്ലേ, നമ്മുടെ അലയൻസ് എയറിൻ്റെ അതേപോലെ തന്നെ ചില്ലൊക്കെ പഴഞ്ചനാണ് കേസ്, ഒന്നും പുറത്ത് കാണാനില്ല. അലമ്പ് ഫ്ലൈറ്റ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്റർ കരീബിയൻ എന്ത് അടിപൊളിയാണ്, സൂപ്പറായിരുന്നു. ഒന്നും കാണാനില്ല കേട്ടോ, ഫുൾ അലമ്പ് ചില്ല്, അടിപൊളി. മൂടിയിരിക്കുന്നു, ക്ലീൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അത് ക്ലീൻ ചെയ്ത് കുളമാക്കിയാണെന്ന് അറിയത്തില്ല. പുറത്തൊന്നും കാണാനില്ല. ഭയങ്കര ഡസ്പായി പോയി കേസ്. വിൻഡോ ചതിച്ച് ഞാൻ വലിയ കാര്യത്തിന് വിൻഡോ സീറ്റ് ചോദിച്ച് വാങ്ങിച്ചതാണ്. എന്താ കാര്യം? ഗംഭീര ഹൈവേ ഒക്കെ ഉണ്ടല്ലോ, അടിപൊളി. ഇത് വലിയ സ്ഥലം കേട്ടോ. കോമഡി കേട്ടോ, നമ്മൾ ലാൻഡ് ചെയ്തേ. അപ്പോൾ ഫ്ലൈറ്റിൽ അറ്റൻഡന്റ് അനൗൺസ്മെന്റ് ചെയ്യുമല്ലോ, ഇങ്ങനെയാണ് പറയുന്നത്: വെൽക്കം ടു ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഇന്റർനാഷണൽ എയർപോർട്ട്, പോർട്ട് ഓഫ് സ്പെയിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. താങ്ക് യു ഫോർ ചൂസിങ് കരീബിയൻ എയർലൈൻസ്. അതായത് നമ്മൾ തൃശ്ശൂരുകാർ മലയാളം പറയില്ലേ, അതേപോലെ ആണ് ഇവിടുത്തെ ഇംഗ്ലീഷ് സംസാരിക്കണത്. എനിക്ക് കോമഡിയാണ്, ഇന്ത്യൻ സ്റ്റൈൽ ഇംഗ്ലീഷ്, പാട്ട് പാടുന്ന പോലെ. തൃശ്ശൂർക്കാരെ കളിയാക്കിയതല്ല കേട്ടാ, തൃശ്ശൂര് ആൾക്കാരെ സംസാരിക്കുന്ന ഒരു നീട്ടി കുറുക്കിയല്ലേ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത് കേട്ടാ. അതേ രീതിയിൽ നീട്ടി കുറുക്കിയാണ് ഇവിടുത്തെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ഇനി എന്നെ ആരും പൊങ്കാലിടാൻ വരരുത്. Okay, attention ladies and gentlemen, we have 4 passengers who are traveling on to Toronto. We ask that you please disembark immediately. At this time, the flight is disconnected. താങ്ക് യു. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോകുന്നു. നമ്മുടെ 90ാമത്തെ രാജ്യമാണ്, 90th കൺട്രി. ഇവിടെ എല്ലാം ഇന്ത്യക്കാരാണല്ലോ. ഇറങ്ങുമ്പോൾ കാണുന്നവര് എല്ലാം ഇന്ത്യൻ ഒറിജിനൽ ആൾക്കാർ. അടിപൊളി മോനെ പൊളിച്ച്. ഇവിടെ മൊത്തം എല്ലപ്പോക്ക് നയവാ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10, 20, 25 മിനിറ്റ് ആയി. എല്ലാവരും ബസ്സിൽ കയറ്റി പൈലറ്റും എയർ ഹോസ്റ്റസും ഒക്കെ വന്നിട്ട് എന്നിട്ട് നമ്മൾ പോകുള്ളൂ. ഇങ്ങനെ നമ്മൾ ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് നമ്മുടെ 90ാമത്തെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇമിഗ്രേഷൻ കഴിഞ്ഞ് കസ്റ്റംസ് എത്തുന്നതിന് മുമ്പ്, ബാഗ് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വലിയൊരു ഡ്യൂട്ടി ഫ്രീ സെൻ്റർ ഉണ്ട്. ഡ്യൂട്ടി ഫ്രീ ഏരിയ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കസ്റ്റംസിലേക്ക് പോകുന്നത്. ഞാനങ്ങനെ പുറത്തിറങ്ങി വന്നു. ഇവിടെ അത്യാവശ്യം വലിയ എയർപോർട്ടാണ്. ഇമിഗ്രേഷനിൽ പ്രത്യേകിച്ചൊന്നും ചോദിച്ചൊന്നുമില്ല. എൻ്റെ പാസ്പോർട്ട് കൊടുത്തിട്ട് പാസ്പോർട്ട് വാങ്ങിച്ച് നോക്കി പേജ് തിരിച്ചിട്ട് പുള്ളി ഇരുന്ന് ചിരിയോടെ ചിരിയ, നീ ഫുള്ള് കറക്കം തന്നെയാണ്, ഇവിടെ എല്ലാം പോയല്ലോ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞു. Outside, I can't go that side. I just want to go that side. You want to Mexico? No. Mexico? No. What? Okay. I thought you were there. No. Yeah. So അപ്പം വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അകത്തല്ല പുറത്ത് വന്ന് വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ല. ലൈക്ക് ആ പുള്ളി ഒരു ഇന്ത്യൻ ഒറിജിനൽ ആളായിരുന്നു. ഇവിടുത്തെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ 185 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് ഇവിടെ ആദ്യമായിട്ട് ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നത്. അത് പണിയെടുക്കാൻ വേണ്ടി, തൊഴിലെടുക്കാൻ വേണ്ടി. അത് വേതനത്തിനാണ്, അടിമകളായിട്ടല്ല, തൊഴിലെടുക്കാൻ വേണ്ടി. ഈ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ ഒറിജിനൽ ആൾക്കാരാണ്. 36%, 35%. അതിലും താഴെയാണ് ആഫ്രിക്കൻസ്, 34%. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനിലുള്ള ഒരു രാജ്യത്തേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അതാണ് ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ. ഇനി നമുക്ക് ഇന്ത്യൻ ഫുഡിൻ്റെ പെരുമഴയായിരിക്കും. ഇന്ത്യൻ ഫുഡ് കിട്ടലായിരിക്കും. നല്ല ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കാൻ കൊതിയാവുന്ന എനിക്ക്. അയ്യോ, അങ്ങനെയല്ല, നമുക്ക് എത്ര കിട്ടിയാലും അത് പറ്റില്ലല്ലോ. ഇനി ഈ രാജ്യത്തിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഈ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും വനിതകളാണ്. അതിലൊരാൾ, 2 പേരും ഇന്ത്യൻ ഒറിജിനൽ ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാണുന്ന കമലാ പ്രസാദ് ബിസെസർ എന്ന് പറഞ്ഞ ആളാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. പ്രസിഡന്റാണോ പ്രൈം മിനിസ്റ്ററാണോ? പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഒരാളുകളുടെ പേര് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. എറിക് വില്യംസ്, ജോർജ് ചേംബേഴ്സ്, റോബിൻസൺ, പിന്നെ പാട്രിക് മാനിങ്, പിന്നെ കെയ്ത്ത് റൗളി, പിന്നെ സ്റ്റുവാർട്ട് യങ്, പിന്നെ കമലാ പ്രസാദ്. ഇവരാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. ഇവരൊക്കെയായിരുന്നു ഇവിടുത്തെ പ്രസിഡന്റുമാരായിട്ടുണ്ടായിരുന്ന ആൾക്കാർ. ഇതിനകത്ത് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആ ലേഡിയാണ്, ക്രിസ്റ്റീന കാർല കങ്കാലു. നല്ല അടിപൊളി എയർപോർട്ടാട്ടോ. ഇത് വലിയ രാജ്യമാണ്, അത്യാവശ്യം നല്ല വലിയ രാജ്യമാണ്. നല്ല കിടിലൻ എയർപോർട്ട്, നല്ല സെറ്റപ്പ്, അടിപൊളി സംഭവമാണ്. ഇത് നമ്മൾ സാധാരണ ഇത്ര നാൾ കണ്ട ഒരു എന്താ പറയുക, കരീബിയൻ രാജ്യം പോലൊന്നും അല്ല. ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഇവിടെ. അങ്ങനെ നമസ്കാരം ഗൈസ്, ഞാനങ്ങനെ പുറത്ത് വന്ന് കാത്തിരിക്കുകയാണ്. ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, അജീഷ് ജോസ്. അജീഷ് ചേട്ടൻ ആണ് എന്നെ പിക്ക് ചെയ്യാനായിട്ട് ഇവിടെ വരുന്നത്. അജീഷ് ചേട്ടൻ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളാണ്, മലയാളിയാണ് ഓഫ് കോഴ്സ്. പക്ഷേ പണ്ട് കാലത്ത് വന്ന ഇന്ത്യക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10-20 വർഷം ആയെന്നാണ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ അജീഷിൻ്റെ വീട്ടിലാണ് ഞാൻ അടുത്ത ഏതാനും ദിവസങ്ങൾ താമസിക്കുന്നത്. അജീഷാണ് എന്നെ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നത്. സോ അജീഷ് ചേട്ടൻ വിൽ കം നൗ. എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ പുള്ളി ഇപ്പം കറക്റ്റ് നല്ല 5 മണി എന്ന് പറഞ്ഞാൽ ഇപ്പം ട്രാഫിക് ഉള്ള സമയമാണല്ലോ. അപ്പോൾ ട്രാഫിക്കിൽ പെട്ട് കിടക്കാണ് പുള്ളി വരുന്ന വഴിക്ക്. അതാണ് പറ്റിപ്പോയത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോഴത്തേക്കിനും അങ്ങ് ദൂരെ നമുക്ക് മലകളൊക്കെ കാണാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ മലയും ഈ പറഞ്ഞ പോലെ പ്ലെയിൻ ലാൻഡും ഒക്കെ ഇഷ്ടം പോലെയുള്ള സ്ഥലം. ഇവിടുത്തെ കോമഡി, ഇവിടുത്തെ കുറേ സംഭവങ്ങൾ ഞാൻ പറയാം. ഇവിടുത്തെ ആൾക്കാർ ഹിന്ദുസ്ഥാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ടൈപ്പ് ഭാഷയൊക്കെ സംസാരിക്കും. അങ്ങനത്തെ കുറേ ഭാഷയൊക്കെ ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കും. പിന്നെ ഇവിടുത്തെ ഭാഷ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ഒരു ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ഇംഗ്ലീഷാണ് ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത്. എൻ്റെ അമ്മ ഇതെന്നാ വണ്ടി? തോമസ് എഴുതിയിരിക്കുന്ന വണ്ടി, ലെയ്ലൻഡിൻ്റെ വണ്ടി, ലെയ്ലൻഡ് ലെപ്പാർഡ്. അടിപൊളി. ഇത് നമ്മൾ ശ്രീലങ്കയിലൊക്കെ കാണുന്ന പോലത്തെ വണ്ടിയാണല്ലോ. വാവ്, ദാറ്റ്സ് നൈസ് അല്ലേ? അടിപൊളി. ആ ഒരു ഇന്ത്യൻ ആളുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു. ആ ബസ്സിൽ ഇതൊക്കെ നോക്കി ഫോട്ടോസൊക്കെ കണ്ടു. അടിപൊളി. ഇതൊക്കെ നമ്മുടെ NVD കണ്ടാൽ തൂക്കിയെടുത്ത് ബസ്സിനെ മാത്രമല്ല ബസ്സിൻ്റെ മുതലാളിയുടെ അപ്പനെയും കൂടെ വേണേൽ അറസ്റ്റ് ചെയ്യും. അടിപൊളി. ഇവിടുത്തെ വണ്ടികളൊക്കെ വൻ കോമഡിയാണല്ലോ. അതേ അടുത്ത വണ്ടി പോകുന്നു. എന്തോന്നടേ ഇത്? നമസ്കാരം. സോറി, ട്രാഫിക് ആയിരുന്നല്ലേ? ഇവിടുത്തെ പിന്നെ മര്യാദ രാമന്മാരായതുകൊണ്ട്
കൂടുതൽ ഇവിടെ നിന്ന് ചോദിച്ചു. അല്ല അങ്ങനെ ഓടിക്കാൻ പറ്റില്ലല്ലോ. ഹായ് നമസ്കാരം, ഹൗ ആർ യു? എന്താ പേര്? അനില. ആ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, പിന്നെ അടിപൊളിയായിരുന്നു. എൻ്റെ അരമണിക്കൂർ വിമാനയാത്രക്ക് എൻ്റെ ഒരു ദിവസം ഫുള്ള് പോയില്ലേ. ഫ്ലൈറ്റ് ലേറ്റ് ആയി. ഹായ്, ഹൗ ആർ യു? ദിസ് ഈസ് ഫോർ യു. എന്നാ ഇതിനകത്തൊരു കുപ്പി ഉണ്ടോ അപ്പനുള്ളതാണേ. അത് ബാക്കി മുട്ടായി നിനക്കുള്ള കേട്ടോ. നിനക്ക് ചേച്ചിയും കൊടുത്തോ. ഹായ്, സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാണോ? യു സ്പീക്ക് മലയാളം? അറിയോ? മലയാളം സംസാരിക്കും അല്ലേ? ശരി, ഓക്കെ. തിരിച്ച് പറയില്ല അല്ലേ? ആണോ ആണോ ഓക്കെ. സോറി, ഇന്നത്തെ നല്ല ദിവസം. സവാനിലങ്ങനെ ഒരു മരം മറിഞ്ഞു വീണ് അവിടെ മൊത്തം ബ്ലോക്ക്. ആഹാ ഓക്കെ. അമേരിക്കയിൽ നിന്ന് നാട്ടിൽ പോയ പോലെ ഉണ്ട്. അരമണിക്കൂർ വിമാനയാത്രയ്ക്ക് ഒരു ദിവസം മൊത്തം ചെലവാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാനൊക്കെയാണ്. ഇതാണോ വീട്? ഓക്കെ. ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ചേട്ടന് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് ഉള്ളതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബിരിയാണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഇത് റൈറ്റാണ് ഉണ്ടാക്കുന്നത്. റൈത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടോ? ഷെഫാണ് ഷെഫ്. അപ്പോൾ എന്തായാലും അടുത്ത 4 ദിവസം ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇവിടെ നല്ല അടിപൊളി ഫുഡ് ഇടും. നമ്മളൊരു ഫുഡ് ടൂറൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ നമ്മുടെ മാർക്വീൻസ് ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്വീൻസിൻ്റെ വീഡിയോയിൽ പുള്ളി പോയ സ്ഥലങ്ങളൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ക്നാനായക്കാരൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് കാണേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ക്നാനായ പത്രം, പിന്നെ ഒരു ഷെൽഫ് നിറയെ മദ്യം, പിന്നെ ഇവിടെ ഒരു ഷെൽഫ് നിറയെ രൂപങ്ങളും ഉണ്ട്. ഇതായിരുന്നു എൻ്റെ ഇന്നലത്തെ മുറി. ഇവിടുത്തെ ഇളയ മോൻ്റെ മുറിയാണ്. അതാണ് എനിക്ക് വന്നത്. രാവിലെ എണീറ്റ് കപ്പയും മീൻകറിയൊക്കെ കഴിച്ചു. ഇറ്റ് വാസ് റിയലി ഗുഡ്. അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടെ രാവിലെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട്. അവർ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പം രാവിലെ അങ്ങോട്ടേക്ക് പോകാം. അവർ 11 മണിക്കാണ് തുറക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് അവരുടെ റെസ്റ്റോറൻറ്റൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടുത്തെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് സോൾട്ട് ആൻഡ് പെപ്പർ. എവിടെ? ഇതല്ലേ ഒത്തൻറ്റിക് ഏഷ്യൻ ഫുഡ്? ഓ, അതാണ് ഇവിടെ ഇവർ ബീഫ്. ഹലോ, ഇത് എവിടെയാ? ഒന്ന് നിങ്ങളുടെ ബഫ റെഡിയായോ? ആ അത് ശരി, ദാറ്റ്സ് നൈസ്. കൊള്ളാലോ. എൻ്റെ ചേട്ടൻ എവിടെ? കിച്ചണിലാ? കഴിഞ്ഞോ? കുക്കിംഗ് എല്ലാം കഴിഞ്ഞോ? ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ബഫ ചെയ്യുമോ ഇങ്ങനെ? ചൊവ്വ മുതൽ വെള്ളി വരെ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും എല്ലാ ദിവസവും ഇത്ര സാധനം ഉണ്ടാക്കി. അപ്പൊ അതിന് മാത്രം ഇന്ത്യൻ ആൾക്കാർ, ഇന്ത്യൻസ് ആണോ വരുന്നേ? ഇന്ത്യൻസ് അല്ല, എല്ലാം വരും. വെള്ളക്കാരും കറുത്തവരും ആ എല്ലാവരും വരും. ഓക്കെ. നിങ്ങളുടെ ചേട്ടൻ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ട് എന്തോ? ചിക്കൻ കമസാലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഓക്കെ. പിന്നെ കസാവ, നാട്ടിലെ ചേമ്പ് എല്ലാം ഇവിടെ പോകും. ആ ചേമ്പാണല്ലേ അത്? ചേമ്പാണോ അത്? ആ ചേമ്പ്. ഓക്കെ. ഇത് വഴുതനങ്ങ. ഇത് പൊട്ടാറ്റോ. പൊട്ടറ്റോ ഗ്രിൽ ചെയ്ത് വെച്ചേക്കുന്നത്? ഗ്രില്ലല്ല, ഫ്രൈ ചെയ്തിട്ട് ചൈനീസ് സോസ് അടിക്കും. ഓ എനിക്ക് വയ്യ. അടിപൊളി. പിന്നെ മറ്റേ നമ്മുടെ പയർ ബോഡി എന്ന് പറയും. ഇത് പ്ലാന്റൈൻ അല്ലേ? ആ പ്ലാന്റ് പൊടി. ഇത് നമ്മൾ ഇന്നലെ കഴിച്ച കറിയല്ലേ? ആ ഡെയിലി ഉണ്ടല്ലേ അത്? പനീറോടെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ. ശരി, ഓക്കെ, വെരി ഗുഡ്. ദാല്, ചന, ബീൻസ്. ഇത് തൂക്കി കൊടുക്കും. ഞാൻ കണ്ടായിരുന്നു ഇവിടെ കരീബിയൻ സ്റ്റൈലാണെന്ന് തോന്നുന്നു. ഇവിടെ എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും ഇതുപോലെ ഫുഡ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തൂക്കിയെടുക്കാം കിലോയ്ക്കും. പിന്നെ ചിലർക്ക് സമയമില്ല, വരിക പെട്ടെന്ന് എടുക്കാൻ പോവുക. ആ നിന്ന് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അതെ അതെ അതെ, അവരെടുക്കുമ്പോൾ നല്ല നല്ല പരിപാടിയാണ് അത്. പക്ഷെ നമുക്ക് കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. കുറേ ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആവും. തൂക്കം കൂടുന്നതനുസരിച്ച് മത്തിയാ, തൂക്കം കൂടുന്നതനുസരിച്ച് റേറ്റും കൂടും. അതാണ് പരിപാടി. സംഭവങ്ങളാണ്. ഞങ്ങൾ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇവർക്ക് സ്വന്തമായിട്ട് കറൻസി ഉണ്ട്. ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ ഡോളർ എന്നാണ് പറയുന്നത്. അതായത് ഒരു ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 13 രൂപ വരും. അപ്പോൾ ഇവിടുത്തെ ഡീസലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $4.4 എന്ന് പറയുമ്പോൾ 65 രൂപ. അടിപൊളി. എനിക്ക് തോന്നുന്നു ഈ കരീബിയൻ രാജ്യങ്ങളിൽ ഏറ്റവും ഇന്ധനത്തിന് വില കുറവ് ഇവിടെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടല്ലേ? ഇവരുടെ മെയിൻ ഇവിടെ വെനസ്വേലയിലും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ യുദ്ധക്കപ്പലൊക്കെ അവിടെ നിൽക്കുന്നത്. ഇപ്പൊ യുദ്ധക്കപ്പൽ വന്ന് നിൽക്കുന്നത് ഇവിടെ. ശരിക്കും ഇവിടെ യുദ്ധക്കപ്പലുണ്ട് ഇപ്പം. നിങ്ങൾ താമസിക്കുന്ന അമേരിക്കൻ എംബസിയുടെ അടുത്തല്ലേ? അടിപൊളി, കൊള്ളാം. നല്ല സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ 65 രൂപയുള്ള ഒരു ലിറ്റർ ഡീസലിന്റെ വില. നമ്മുടെ നാട്ടിൽ പോലും 100 രൂപ കൊടുക്കണം ഇപ്പം. നല്ല എക്സ്പെൻസീവ് ആണ് ഇപ്പം. 100 രൂപയും തോന്നുന്നു. 100 രൂപ 90 രൂപ റേഞ്ചിലാന്ന് തോന്നുന്നു ഇപ്പം. വെനസ്വേലയിൽ നിന്ന്
ഒരു ശകലം മാറി ഇങ്ങോട്ട് അടർന്ന് മാറി നിൽക്കുന്ന പോലത്തെ ഒരു ഐലൻഡാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്നത്. പക്ഷെ വലിയ ഐലൻഡായത്. അപ്പോൾ ഇവിടെയാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ബാക്കി ഇവിടുത്തെ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, വെനസ്വേല അമേരിക്കൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഹൈത്തിയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറച്ച് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ആണ്. ഇത് കണ്ടോ, കാർ പാർക്കിങ്ങിൽ ഫുള്ള് ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്ത് ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർ പാർക്കിംഗ് ഏരിയ ആണ്. ഞങ്ങളിവിടെ വണ്ടി ഇട്ടിട്ട് നമ്മളൊന്ന് പുറത്ത് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ്, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. ഇവിടെ നല്ല വൈബാണല്ലോ ഈ ഏരിയയൊക്കെ, നല്ല തിരക്ക്, നല്ല ക്രൗഡ്, നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഫുള്ള് അടിപൊളി സെറ്റപ്പാണ്. ആഫ്രിക്കൻസ് ആണ് ഇവിടെ ഈ ഭാഗത്ത് മൊത്തം കച്ചവടം ചെയ്യുന്നതും പിന്നെ അല്ലാത്ത റോഡിൽ കാണുന്നവരും എല്ലാവരും. ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ആഫ്രിക്കൻസിനെക്കാട്ടി കൂടുതൽ ഇന്ത്യൻ ഒറിജിൻ ആൾക്കാരാണ് ഈ രാജ്യത്ത്. പക്ഷെ ഇതൊക്കെ ഇവര് ഓരോ കേന്ദ്രം അനുസരിച്ചാണ് ജീവിക്കുന്നത്, അങ്ങനെയാണല്ലോ. ഇതെന്താ ഇത്, സ്പോർട്സ് ബാറോ? ബാർ actually renovating it. Okay, fine. But next one is open, eh? Yes, it's supposed to be. I can't speak for them, but yes, Okay. it's supposed to be. Do you know how old is this church? It was consecrated in 1823. 1823. Yeah, consecrated. Okay. The original, it was started, the building here was started in 1816. 1816. But the first time, the first church, actually, Anglican church, was not on this spot. It was a little further up the road, and that opened in 1801. Okay. Which one? The Henry Street and On no, yeah, Henry Park, Prince Street, yeah, Prince and Frederick Street. Okay. Prince and Frederick. Yeah, that's where it used to be, like opposite Woodford Square. Okay. And then there was a fire in Okay. Port of Spain that Okay. destroyed many of the Everything. buildings. Okay. And they started to build actually in Woodford Square, which is the Oh. square across the street. Okay. Nice. What's your name? Phaedra here. Okay. Nice to meet you. You too. Visiting from where? I'm from India. India. Okay. Visiting, yeah. All right. I'm from here, just visiting. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അത് റിനോവേഷൻ ആണ്, അതാണ് അതിങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്. ഇവിടുത്തെ ഹിന്ദുക്കൾ ബീഫ് കഴിക്കാത്ത ആൾക്കാരാട്ടോ. നമ്മൾ UP ബീഹാർ എന്നുള്ള ആൾക്കാരല്ലേ പണ്ട് പോലെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹിന്ദുസ് അവർ ബീഫ് കഴിക്കില്ല. പിന്നെ മുസ്ലിംസ് ഓൾവേസ് ഓഫ് കോഴ്സ് നമുക്ക് അവർ പോർക്ക് കഴിക്കില്ല. അപ്പോൾ ഇവരെ പോലുള്ള റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വെക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ബീഫും പോർക്കും വെക്കാണ്ടിരിക്കുക, ചിക്കനും ഫിഷും കച്ചവടം ചെയ്യുക, അപ്പോൾ ആളെ കിട്ടും അല്ലേ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കൂട്ടരെ വെറുപ്പിക്കേണ്ടതായിട്ട് വരും. ഹായ്, നമസ്കാരം. ഹായ്, എന്താ പേര്? ജിതേഷ്. നിങ്ങളുടെ ആണോ ഇത്? ഓ ശരി. ഇന്ത്യൻ ഫുഡാ? അങ്ങനെ ഇന്ത്യൻ ഒന്നും പറയാൻ പറ്റില്ല, ആ, ഇന്ത്യനും മിക്സ് ആയിട്ട്. ഓക്കെ. ഓ, ഇവരുടെ കടയിലുള്ള പോലെ അല്ലേ? ഓക്കെ. എപ്പോ വന്നു? ഇന്നലെ ഇന്നലെ എവിടെ താമസിക്കുന്നത്? ഞാനിവരുടെ വീട്ടില്. നിങ്ങൾ എത്ര വർഷം ഇവിടെ? 7 വർഷം. എന്നെ അറിയോ? കണ്ടിട്ടുണ്ടോ? എന്നോട് ഹലോ ഒക്കെ പറഞ്ഞു. യൂട്യൂബറാ. എന്നോട് ഹലോ ഒക്കെ പറഞ്ഞു. എന്താ പേര്? കുറെ വർഷമായി ഇവിടെ? എത്ര വർഷമായി? 15 വർഷം. ഭർത്താവോ? ഹസ്ബൻഡോ? 20 വർഷം. ആ, വളരെ ശരി. ഓക്കെ. ആണോ? 2003 ഓ, വളരെ ശരി. ഓക്കെ. നിങ്ങൾ നേഴ്സായിരുന്നോ അതോ? അല്ല, ഇവിടെ കൂടുതലും പരിചയപ്പെട്ടവരെല്ലാം നേഴ്സാണ്. ഓ, അത് ശരി. ആണല്ലേ. എല്ലാം ഈ കിലോ കണക്കിന് ഫുഡ് വിൽക്കുന്ന ആ ഒരു സിസ്റ്റം ഭയങ്കര കോമൺ ആണ്. അത് ചൈനീസ് ഫുഡും എന്ത് ടൈപ്പ് ഫുഡും എല്ലാ ടൈപ്പ് ഫുഡും കിലോ കണക്കിന് തൂക്കി വിൽക്കുന്ന ഒരു സിസ്റ്റം. അതായത് ഒരു പൗണ്ടിന് $40 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പല റേറ്റ് ആയിരിക്കും. നമുക്കത് വാങ്ങിച്ചുകൊണ്ട് പോകാം, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ. എന്നിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ പോയി നിന്ന് കഴിക്കാം, ടേക്ക് അവേ ആയിട്ടോ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കുമോ. അങ്ങനെ അത് ഭയങ്കര കരീബിയനിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യം. നമ്മുടെ നാട്ടിൽ ആ സിസ്റ്റം ഇതുവരെ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇവിടെ ഉള്ളൊരു എന്തോന്ന് വിമാനം വെച്ചിരിക്കുന്ന ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നത്. പക്ഷെ ആ സ്ഥലത്ത് വന്നപ്പോഴത്തേക്കിന് ആ വിമാനം പെയിൻ്റൊക്കെ പോയി പൊളിഞ്ഞിരിക്കുന്നു. ഒരു ഭംഗിയില്ല അല്ലേ? ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ ഇരിക്കുന്നൊരു വിമാനം. സുഖമില്ല. അങ്ങനെ എന്തോ പോലെ. ചേട്ടൻ രാവിലെ ചന്തപ്പോൾ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ സാധനങ്ങൾ ഫ്രീസറല്ല മറ്റേ കൂൾ ബോക്സ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറിയും മീറ്റും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം. ഒപ്പം നമുക്ക് നല്ല അടിപൊളി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം, പിന്നെ മാർക്കറ്റിംഗ് കാണാം. അതാണ് രാവിലത്തെ പരിപാടി. നമ്മൾ പോയിരിക്കുന്നത് പോർട്ട് ഓഫ് സ്പെയിൻ സെൻട്രൽ മാർക്കറ്റ് ഏരിയ.
അത് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് ശനി ഞായറും ദിവസങ്ങളിൽ ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ചേട്ടനെ പോലുള്ള ആൾക്കാർ, ചേട്ടനെ പോലുള്ള കച്ചവടക്കാർ മാത്രമല്ല, എല്ലാവരും നമ്മളെല്ലാവരും ചന്തയിൽ പോകത്തില്ല നമ്മൾ. സോ അതേപോലെ ദിൽ കം ടു ദ മാർക്കറ്റ്, ദിൽ ബൈ തിങ്സ്. ശനി ഞായറൊക്കെ ഇവർക്ക് അവധിയാണ്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെക്കും, ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മാത്രം ഈ രാജ്യത്ത് മാത്രം ഉണ്ടാകുന്ന സാധനങ്ങൾ ആ ഉണ്ടാക്കുന്ന കർഷകർ അവർ നേരിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നൊരു പരിപാടിയാണ്. ഇത് ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റാണ്. അതായത് ഡയറക്റ്റ് ഫ്രം ഹോം, അതായത് ലോക്കൽ സാധനങ്ങൾ, അതിനകത്ത് ഓർഗാനിക് ആവാം, ഓർഗാനിക് അല്ലാത്തതാവാം, കർഷകർ നേരിട്ട് അവർ തന്നെ കൊണ്ട് സെല്ല് ചെയ്യുന്ന ഒരു വലിയൊരു മാർക്കറ്റാണ് ഈ കാണുന്നത്. വളരെ നല്ലൊരു കൺസെപ്റ്റാണ്. ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് നേരിട്ട് ലാഭം വാങ്ങാൻ സാധിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് പല രാജ്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും അത് വളരെ പോപ്പുലറായിട്ട് വരേണ്ട ഒരു സംഭവമാണ്. അതിനകത്ത് അവരുണ്ടാക്കുന്ന പച്ചക്കറിയും പിന്നെ സ്വന്തം കരിമ്പ് തോട്ടത്തിൽ ഉണ്ടാക്കുന്ന കരിമ്പ് കൊണ്ടുവന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നു, അവരുടെ സ്വന്തം നഴ്സറികളിൽ ഉണ്ടാക്കുന്ന ചെടികൾ കൊണ്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നു. അങ്ങനെ ഗവൺമെൻറ് ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മാർക്കറ്റ് ഏരിയ. അതായത് ഞാൻ പറഞ്ഞ കണ്ടില്ലേ, ഇപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് വണ്ടിയുടെ ബൂട്ടിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു. ഇവിടെ സർക്കാർ ഇവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പന്തലുകൾ കെട്ടിക്കൊടുത്തിരിക്കുന്നു, അവരവിടെ വെച്ച് കച്ചവടം ചെയ്യുന്നു. ഇത് ഭയങ്കര വലിയ മാർക്കറ്റ് കേട്ടോ. എൻ്റെ പൊന്നെ, ആൾക്കാർ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ട്രോളിയിൽ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുപോകുന്നതല്ല തന്നെ ട്രോളിയിൽ ഇട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ടോ. ഈ ചേമ്പലൊക്കെ നോക്കി, ഈ ചേമ്പല കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കി ഇവർ, ഞാൻ കാണിച്ചു തരാം അങ്ങനെ പരിപാടി എന്നുള്ളത്. ഇതുണ്ടല്ലേ നമ്മുടെ നേന്ത്രപ്പഴം, ഗുഡ് മോർണിംഗ്, പിന്നെ വലിയ ചേമ്പ്, പിന്നെ മധുരക്കിഴങ്ങ്, പിന്നെ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ സാധനങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കേട്ടില്ലേ, തേങ്ങ, നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, നമ്മൾ മലയാളികൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയും കിട്ടും. കപ്പ. ഇത് നല്ലൊരു കൺസെപ്റ്റാണ് കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ ഇതുപോലെയുള്ള ട്രോളികൾ അവൈലബിൾ ആക്കുകയാണെങ്കിൽ വരുന്ന ആൾക്കാർക്ക് സാധനങ്ങൾ വാങ്ങിച്ച് ട്രോളിയിൽ ഇട്ടിട്ട് വണ്ടിയിലേക്ക് കൊണ്ടുപോകാവുന്നൊരു സെറ്റപ്പ്, അത് ഭയങ്കര നല്ലൊരു പരിപാടിയാണ്. അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെയ്യുന്ന പോലെ ഇതുപോലെ ഔട്ട്ഡോർ മാർക്കറ്റുകളിൽ ഇത്തരത്തിലുള്ള ട്രോളികൾ കൊടുക്കുന്ന നല്ലൊരു പരിപാടിയല്ലേ. ഇത് ഏതോ ഒരു കർഷകനാണെന്ന് തോന്നുന്നു. കർഷകൻ്റെ മത്തങ്ങ തോട്ടത്തിൽ നിന്നും മത്തങ്ങ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇവിടെ നേരിട്ടിട്ട് വിൽക്കുകയാണ്. കണ്ടില്ലേ, അതുപോലെ ഈ പറഞ്ഞ പോലെ ഇലകൾ, പിന്നെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. ഈ കാണുന്ന മുളകുകളാണ് ഇവരുടെ കരീബിയൻ ജമൈക്കൻ സോസുകളുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇവരുടെ മെയിൻ പെപ്പറും മുളകും ഇതാണ്. ഈ സാധനം ഇവർ ക്രഷ് ചെയ്തിട്ട് ഇതുണ്ടാക്കും, പല ടൈപ്പ് സോസ് ഉണ്ടാക്കും. അതാണ് ഇവരുടെ മെയിൻ സംഭവം. കരീബിയൻ സോസ് ഇസ് വെരി ഫേമസ്. നല്ല എരിവുള്ള മുളകാണ് പലതും, ഇഷ്ടം പോലെ ടൈപ്പ്, നീളം മുളക്, പിന്നെ ഉണ്ട മുളക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ടൈപ്പ് മുളക് ഇതിവിടെ കാണാൻ സാധിക്കും. എനിക്കൊന്ന് ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഏത്തപ്പഴം, നേന്ത്രപ്പഴം, നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന പ്ലാന്റെയിൻ, അത് കാണുന്നത് കരീബിയൻ രാജ്യങ്ങളിലായിരിക്കും. ആഫ്രിക്കയിലും ഉണ്ട്. ആഫ്രിക്കയിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അത് എന്നിട്ട് യൂറോപ്പിലേക്കും UK യിലേക്കൊക്കെ അവർ കയറ്റി അയക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണക്കമുളകും പച്ചമുളകും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇവരുപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഉണ്ടമുളകും പിന്നെ ഇതുപോലത്തെ മുളകുമാണ്. ഇതിനകത്ത് ചില മുളകിന് എരിവില്ലാത്തതും ചില മുളക് അത്യാവശ്യം നല്ല എരിവുള്ളതും ഉണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി നീളം പയറ് കണ്ടോ. ഓ, എന്തോ പയറാന്നേക്ക്, നല്ല നാടൻ നീളം പയർ. ഈ കരീബിയൻ ഡിഷസിൻ്റെ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ഒരു മെയിൻ ഐറ്റമാണ് ഈ കാണുന്ന ചേമ്പും പിന്നെ മധുരക്കിഴങ്ങും അങ്ങനെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഇവർ ഭയങ്കരമായിട്ട് കഴിക്കും. ഇത് പല രീതിയിൽ ഇവർ ഇതും വെച്ച് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും. കപ്പ. ഈ കരീബിയൻ രാജ്യങ്ങളിൽ ഞാൻ അധികം കാണാത്ത പച്ചക്കറി എന്ന് പറയുന്നത് നമ്മുടെ കാച്ചിലില്ല, പിന്നെ ബീട്രൂട്ട് ഞാൻ കണ്ടിട്ടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഞാനിവിടെ കണ്ടിട്ടുണ്ട്. കാച്ചിലും ബീട്രൂട്ടും ഞാനിവിടെ അധികം കണ്ടിട്ടില്ല, അധികമല്ല കണ്ടിട്ടേ ഇല്ല. പാവയ്ക്കുണ്ട്, എല്ലാം ഉണ്ട്. രാവിലെ മുട്ട വാങ്ങിച്ചാ? പിന്നെ ഇതെന്ത് സാധനം? മല്ലിയില. ഓ, മാറ്റി വെച്ചാൽ ഇന്നലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇത് മുട്ട വാങ്ങുന്നില്ല അപ്പൊ ഇവിടെ ആണോ? മുട്ട ഇതെല്ലാം ഇവര് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവരാ അല്ലെങ്കിൽ സ്വന്തം ഫാമിൽ നിന്ന് കൊണ്ടുവരുന്നവരാ ആണോ? അത് ശരി, ഓക്കെ, ദാറ്റ്സ് നൈസ്. ഇത് കൊള്ളാം കേട്ടോ, നല്ലൊരു കൺസെപ്റ്റ് അല്ലേ. ഇത് കണ്ടോ, ഇലകൾ നോക്കി, മസ്റ്റർഡ് ഗ്രീൻസ്, ഡിനോക്കീൽ, കേളിക്കീൽ, സിസ്റ്റാഡായ്, കൊറിയാണ്ടർ കൃഷി. നിങ്ങളിവിടെ സ്ഥിരമാണോ? എല്ലാ ശനിയാഴ്ചയും വരും? ഓ, ഓക്കെ. ഇത് കൊള്ളാട്ടോ, നല്ല പരിപാടിയാണ്, നല്ല കൺസെപ്റ്റാണ്. വില എങ്ങനെ? സാധാരണ കൂടുതലാണോ? ശക്കലം കൂടുതലായിരിക്കും. ഓ, ഓക്കെ, ഓക്കെ, അത് ശരി. ബൾക്കായിട്ട് ഓക്കെ, എല്ലാം കുറേശ്ശെ ആയിരിക്കും അല്ലേ? ഇത് തീരുമായിരിക്കും മിക്ക സാധനങ്ങളും. മൊത്തം തീരും. ഇത് ഇന്ന് ഉച്ച വരെ എത്ര മണി വരെ ഉണ്ട്?
തിരുമ്പ് ഇവരങ്ങ് പോകുമായിരിക്കും. ഓ അത് ശരി, ഓക്കെ. തിരുന്നൂര് പോകും. ഇത് തന്നെ, എല്ലാവരും വണ്ടി കൊണ്ട് വരുന്നു, വണ്ടി അവിടെ ഇടുന്നു, സാധനം ഇറക്കി ഇവിടെ വെക്കുന്നു. ശരിക്കും ഒരു കാർ ബൂട്ട് സെയിൽ നടക്കുന്ന പോലെ. അത് കാറിന്റെ ബൂട്ടിൽ വെച്ച് സെയിൽ ചെയ്യുന്നതിന് പകരം അവര് ഇത്തരത്തില് ഇവിടെ സംഭവം നടക്കുന്നു. നമ്മളെ കപ്പ ഉണ്ടോ? കപ്പ $5, 5 LB $20. പുതിന ഒരു റെസ്റ്റോറന്റ് മുതലാളിയുടെ രോദനം. പുള്ളിയുടെ കച്ചവടം കഴിഞ്ഞ ആ പയറും ആ എല്ലാം കൂടെ തീർന്നു കഴിഞ്ഞാല് ഒരു ഡസൺ 5 and 65. 5 plates. Well, you can get 3 70s and 265 if you want. Yeah. I'll give it these two and 42. 200. You want them all together? Yeah. That's body and battery. ഇത് ചീരയല്ലേ? ചീര, മത്തങ്ങ, ചീര, എന്തൊക്കെ സാധനങ്ങളാണെന്നറിയോ മാർക്കറ്റിലുള്ളത്. നല്ല അടിപൊളി വലിയ മാർക്കറ്റ്. എന്തോടി ചാമ്പല കണ്ട? ശരി, ചാമ്പല നോക്ക്. കണ്ട ഞാൻ പറഞ്ഞില്ലേ 24 മണിക്കൂറിനുള്ളിൽ നിനക്ക് ഞാൻ പത്രോട കഴിക്കുന്ന അയച്ചു തരുമെന്ന്. ഫോട്ടോ ഞാൻ അയച്ചു തരും, നീ നോക്കിക്കോ. പത്രോട ഇവിടെ പത്രോട കിട്ടും. നമ്മൾ പത്രോട ഉണ്ടാക്കുന്ന പോലെ നിനക്ക് ഇവിടെ പത്രോട കിട്ടും. ഞാൻ അയച്ചു തരാമേ. You come to India? You come to India? I want to come. You didn't go? No, I didn't go yet. No. Come to India. Come to Kerala. Just come here. I'm coming from India. Okay, when is the best time to go? Best time? Anytime. So how much is go by here? You're US citizen? Huh? You're US citizen? Yeah, you are Canadian. You can come anytime. 1,200. Not for here to New York, New York I'm talking about. ഈ മാർക്കറ്റ് മൊത്തം ഇങ്ങനെ പരിചയക്കാരാണെന്ന് കേട്ടോ. നമ്മളിവിടുത്തെ ഫിഷ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഫിഷ് വാങ്ങിക്കാൻ വേണ്ടി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രിയിൽ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ വി ആർ ബൈങ് ഫിഷ് ഫ്രം ഹിയർ. ഇവിടെ ഫിഷ് ഭയങ്കര വില കുറവാണ് കേട്ടോ. ഭയങ്കര വില കുറവാണ് ഫിഷ്. നമ്മുടെ നാട്ടിനെക്കാട്ടി വില കുറവാണ് ഇവിടെ. ഈ മാർക്കറ്റിൽ വന്ന് വാങ്ങുമ്പോഴായിരിക്കും ഇതൊക്കെ ഇത്രയും വില പ്രൈസ് കുറച്ച് കിട്ടുക. ഫിഷ് വാങ്ങി, ബീഫ് വാങ്ങി, പിന്നെ ഇവിടെ വന്നിട്ട് പച്ചക്കറിയും ഫിഷ്, ബീഫ്, പച്ചക്കറി എല്ലാം വാങ്ങിച്ച് ഒരു കൊച്ചു കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ നോക്കി. അത് ഇവിടുത്തെ മാർക്കറ്റിലെ കച്ചവടക്കാരുടെ ആരുടെ കൊച്ചാണ് പാവം. സോറിയാ. അപ്പോൾ ഇനി നമ്മളിത് കുക്ക് ചെയ്യും പോയിട്ട് വൈകിട്ട്. സ്വന്തം റെസ്റ്റോറൻറ്റിലേക്കുള്ള സാധനം സ്വന്തമായിട്ട് പോയിട്ട് ചന്തകളിൽ നിന്നും കടകളിൽ നിന്നും സെലക്ട് ചെയ്ത് വാങ്ങിച്ച് അത് കൊണ്ടുപോയി സ്വന്തം അടുക്കളയിൽ പാചകം ചെയ്ത് അല്ലേ, അങ്ങനല്ലേ? അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നമ്മൾ അജീഷ് ചേട്ടൻ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അപ്രീഷിയേറ്റ് യു മാൻ. നമ്മുടെ ഫുഡ് ടൂറിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലെ ഫുഡും ടേസ്റ്റ് ചെയ്യണ്ടേ? ഇന്ത്യൻ ഫുഡ് ഇൻ ട്രിനിഡാഡ്. സെൻട്രൽ മാർക്കറ്റിലെ ഒരു ചന്ത എന്ന് പറയുമ്പോൾ ആ ചന്തയുടെ സമീപത്ത് ആയിട്ട് പാർക്കിംഗ് ഉണ്ടാവണം, എന്നാലേ അവിടെ ആളുകൾ മെയിനായിട്ട് വരുള്ളൂ. സോ പാർക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അത് ഏത് ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പല ബിസിനസ്സുകളും പൂട്ടിപ്പോകുന്നതും ഷോപ്പിംഗ് മോളുകൾ സക്സസ് ആവുന്നത്. വണ്ടി നിറച്ച് സാധനങ്ങളായി കണ്ടോ. ഈ പുറകിലും അകത്തും. പുറകെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചന്തയിലോട്ട് പോകുമ്പോഴത്തേക്കും ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമല്ലോ. അതുകൊണ്ടാണ് കുറേ സാധനങ്ങൾ അകത്ത് വെച്ചിരിക്കുന്നത്.